എന്തുകൊണ്ട് മഹിളകളുടെ നേതൃത്വത്തിൽ ഒരു വലിയ മുന്നേറ്റം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉണ്ടാകുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം സംവരണമുള്ള സീറ്റുകൾ മാത്രമല്ല, സംവരണമില്ലാത്ത ജനറൽ വാർഡുകളിലും സ്ത്രീകളെ മത്സരിപ്പിക്കുവാൻ BJP മുൻപോട്ട് വന്നിട്ടുണ്ട്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വയനാട് പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിച്ച ശ്രീ പ്രിയങ്ക ഗാന്ധിയോടൊപ്പം മത്സരിച്ച് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ നവ്യ ഹരിദാസ് കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കുന്ന വാർഡിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ഈ വാർഡിൽ വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വന്നിരുന്ന ശ്രീ നവ്യ ഹരിദാസിൻ്റെ പ്രവർത്തനങ്ങളും ഈ വാർഡിലെ ഇപ്പോഴത്തെ ഇലക്ഷനിൽ എങ്ങനെയൊക്കെയാണ് നേരിടുന്നതും കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് വാർഡിൽ കോർപ്പറേഷനുമായിട്ട് എന്തൊക്കെ രീതിയിലാണ് ഇടപെടൽ നടത്തിയത് കുറിച്ച് നമുക്ക് ശ്രീ നവ്യ ഹരിദാസുമായിട്ട് തന്നെ ചോദിച്ചറിയാം. എത്രാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ മത്സര രംഗത്ത്? ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ 3ാമത്തെ തവണയാണ്. കഴിഞ്ഞ 2 തവണയും വിജയമായിരുന്നു. അതെ, കഴിഞ്ഞ 2 തവണ ഇതേ വാർഡിൽ കാരപ്പറമ്പ് വാർഡിൽ വിജയമായിരുന്നു. ഈ തവണ കാരപ്പറമ്പ് വാർഡ് വിഭജനത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ വാർഡിൽ വന്നു ചേർന്നിട്ടുണ്ട്. വാർഡിലെ പകുതിയിലേറെ വോട്ടർമാരെ മറ്റ് വാർഡുകളിലേക്ക് മാറ്റി. വേറെ 2 വാർഡുകളിൽ നിന്നും കുറേ വോട്ടർമാരെ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് വാർഡിന്റെ പേര് കാരപ്പറമ്പ് എന്നാണെങ്കിൽ അതിന്റെ ഘടനയിൽ പൂർണ്ണമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു. അപ്പോൾ കഴിഞ്ഞ 2 തവണയായിട്ട് BJP ജയിച്ചു വരുന്ന ഒരു വാർഡായതുകൊണ്ട് ഒരു മനഃപൂർവ്വം വോട്ടർമാരെ മാറ്റുന്ന രീതിയാണോ ഉണ്ടായത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു വാർഡ് വിഭജിക്കുക എന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു റോഡ് ലൈൻ പോലും ഇല്ലാതെയാണ് ഇവിടെ വിഭജനം നടന്നിട്ടുള്ളത്. അവിടെ പല ഭാഗങ്ങളിലെയും കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും ഒക്കെ ആ തരത്തിൽ വളരെ രാഷ്ട്രീയമായിട്ടുള്ളൊരു വിഭജനം ഇവിടെ നടന്നിട്ടുണ്ട്. ആ വിഭജനത്തിനെ അതിജീവിച്ചുകൊണ്ട് വോട്ട് നേടി വിജയിക്കുക എന്നുള്ളൊരു ചാലഞ്ചാണ്. ആ ചാലഞ്ചാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അല്ല, കഴിഞ്ഞ 45 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണോ? അല്ലേ? അതെ, ഇടതുപക്ഷമാണ് ഭരണം. ഇപ്പോഴത്തെ നമുക്ക് ഭൂരിപക്ഷം NDAക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ 2020 BJPക്ക് 7 കൗൺസിലർമാരുണ്ടാക്കിയെടുക്കുവാനും അതോടൊപ്പം 22 മേഖലകളിൽ 22 വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്താനും സാധിച്ചിട്ടുണ്ട്. ഒരുപാട് വാർഡുകളിൽ വളരെ നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് 3ാം സ്ഥാനത്ത് എത്തിപ്പോയിട്ടുള്ളത്. അപ്പോൾ ആ വാർഡുകളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് കോർപ്പറേഷൻ പിടിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ 2ാം സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള വാർഡുകൾ മുഴുവനും 1ാം സ്ഥാനത്തേക്ക് എത്തും. കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് BJP ഇത്തവണ ഇലക്ഷനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ BJPയുടെ കൗൺസിലർമാർ ജയിച്ചു വന്ന വാർഡുകളിൽ ഈ പദ്ധതി വിഹിതമായിട്ട് ഫണ്ട് തരുന്നതിന് എന്തെങ്കിലും വിമുഖത കാണിച്ചിട്ടുണ്ടോ? നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടുത്തെ കോർപ്പറേഷൻ നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് തലങ്ങളിൽ കോർപ്പറേഷൻ്റെ ഒരു ആധിപത്യവും സ്വജനപക്ഷപാതവും നടന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും അവസാനത്തെ കൗൺസിലിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളെ തിരഞ്ഞെടുത്തതിൽ ഈ കണ്ടിജൻസി ജീവനക്കാരുടെ നിയമനത്തിൽ ഉൾപ്പെടെ വെറും രാഷ്ട്രീയമായിട്ടുള്ള നിയമനമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ പേരിൽ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി സമരം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും വാർഡുകളിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇവിടെ കാരപ്പറമ്പ് നെല്ലിക്കാവ് പ്രദേശത്തുള്ളൊരു റോഡ്, ആ റോഡ് കഴിഞ്ഞ പദ്ധതിയുടെ ഭാഗമായിട്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാസ്സാക്കിയെടുക്കുകയും എന്നാൽ അത് പാസ്സാക്കിയെടുത്തതിന് ശേഷം ടെൻഡർ നടപടികൾ വരെ പൂർത്തീകരിച്ചതിന് ശേഷം MLAയുടെ വർക്കാക്കിയിട്ട് അത് മാറ്റി MLAയുടെ ഒരു 1.25 കോടി രൂപയുടെ വർക്ക് ആ പ്രദേശത്ത് നടക്കാൻ പോകുന്നു എന്നുള്ള പ്രചരണം നടത്തുകയും വലിയ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് ഈ വർക്ക് നിർത്തിവെക്കണമെന്ന് ബഹുമാനപ്പെട്ട MLA ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വർക്ക് നിർത്തിവെക്കുകയും ആ ഫണ്ട് മറ്റൊരു ഭാഗത്തേക്ക് വിനിയോഗിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞിരുന്ന പ്രസ്തുത റോഡ് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റോഡ് തന്നെ, ആ റോഡിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇലക്ഷൻ വന്നിരിക്കുന്നത്. അതായത് CPMൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ആ റോഡിലുണ്ടായിരുന്നു. അത് ചെയ്യാൻ ഞങ്ങളെ സമ്മതിക്കാതിരിക്കുകയും അത് മനഃപൂർവ്വം നീട്ടി കൊണ്ടുപോയി അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നതും ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് ആ വർക്ക് ആരംഭിക്കാൻ സാധിച്ചില്ല. അത് ഇന്നൊരു രാഷ്ട്രീയ ആയുധമായിട്ട് CPM എടുത്തു കാണിക്കുകയാണ്. അതൊരു മനഃപൂർവ്വമുള്ള ഒരു വൈകിപ്പിക്കലായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഞങ്ങൾക്ക് തന്നെ തിരിച്ചറിവ് വന്നിട്ടുള്ളത്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ എന്നുള്ളതിൽ ഭാരിച്ച ഒരു ഉത്തരവാദിത്വവും ചുമതലയാണ്. മഹിളകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% സംവരണത്തിൽ മത്സരിക്കുകയാണ്. അപ്പം ഈ കേരള ഒട്ടുക്ക് പോയി പ്രവർത്തിക്കേണ്ട ഒരു നേതാവുകളാണ്. അങ്ങനെ പോകാൻ പറ്റാത്തതിൽ വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇലക്ഷൻ പ്രഖ്യാപനം വരുന്നത് വരെ മറ്റെല്ലാ വാർഡുകളിലും എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ, അത് ശബരിമലയിൽ നടന്നിട്ടുള്ള
കൊള്ളയ്ക്കെതിരെ ഉള്ള സമരത്തിനടക്കം മഹിളാ മോർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇലക്ഷൻ പ്രഖ്യാപനം വന്നതിന് ശേഷം യാത്രകൾ ചുരുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അതാത് പ്രദേശത്തെ ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ആ പ്രദേശം വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം തന്നെയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ആ നിലയ്ക്ക് ഇനി ഇലക്ഷൻ കഴിയുന്നത് വരെ സ്വന്തം വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അതിനിടയ്ക്ക് മറ്റ് അടുത്ത പ്രദേശങ്ങളിലേക്കൊക്കെയുള്ള യാത്രകളും ഇതിനിടയിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ മറ്റ് 14 ജില്ലയിലെ മഹിളാ മോർച്ച ഇപ്പോൾ 28 ജില്ലയായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മഹിളാ മോർച്ച പ്രസിഡന്റുമാരൊക്കെ വളരെ പ്രചോദനം തരുന്നുണ്ടോ ഈ മത്സരത്തിന് നിൽക്കുന്നതിന്? മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ, 3 ജനറൽ സെക്രട്ടറിമാർ, മഹിളാ മോർച്ചയുടെ പ്രഭാരി തുടങ്ങിയ എല്ലാവരും ഇന്ന് മത്സര രംഗത്ത് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വിജയിച്ചു വന്നവരാണ് മിക്കവരും. അവർ വീണ്ടും വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മത്സര രംഗത്ത് വ്യാപൃതരായിരിക്കുന്ന ആളുകളാണ് മഹിളാ മോർച്ചയുടെ നേതാക്കൾ. ജില്ലാ പ്രസിഡന്റുമാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക ജില്ലാ പ്രസിഡന്റുമാർ മത്സര രംഗത്തുണ്ട്. അവരൊക്കെ വളരെ സജീവമായിട്ട് ഇന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ അധ്യക്ഷന്മാരായിട്ട്, മഹിളാ മോർച്ചയുടെ അല്ല പാർട്ടിയുടെ തന്നെ ജില്ലാ അധ്യക്ഷന്മാരായിട്ട് സ്ത്രീകൾ വന്നിട്ടുണ്ട്. അവരും ഇവിടെ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഇലക്ഷൻ വർക്കുമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് മഹിളകളുടെ നേതൃത്വത്തിൽ ഒരു വലിയ മുന്നേറ്റം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉണ്ടാകുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം സംവരണമുള്ള സീറ്റുകൾ മാത്രമല്ല, സംവരണമില്ലാത്ത ജനറൽ വാർഡുകളിലും സ്ത്രീകളെ മത്സരിപ്പിക്കുവാൻ BJP മുൻപോട്ട് വന്നിട്ടുണ്ട്. ഈ കോഴിക്കോട് കോർപ്പറേഷനിലും ജനറൽ വാർഡുകളിൽ സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട്.